ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറേ ദിവസം കൂടിയിട്ടാണ് ഇന്ന് നമ്മുടെ ചാനലൊന്ന് കയറി നോക്കിയപ്പോൾ കുറേ കമൻസുകൾ വന്നിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് എനിക്ക് അറിയുന്നതാണ് പറഞ്ഞുതരാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. മൊബൈലിന് ചാർജ് ഇല്ലാത്തതുകൊണ്ട് മൊബൈലിനകത്ത് നോക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്, കമ്പ്യൂട്ടറിനകത്ത് നോക്കി നിങ്ങളുടെ കമൻസ് വായിക്കാനായിട്ട് കേട്ടോ. എനിക്കൊന്ന് മുകളിലത്തെ ഫ്ലാറ്റിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ട്, അപ്പോൾ സൗണ്ട് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ടോയെന്ന് അറിയില്ല. എനിവേ ഞാൻ കമൻസ് വായിക്കാമേ. സാമ ടിപ്സ് എന്ന് പറയുന്ന ചാനലിൻ്റെ കമൻ്റാണ്. എടാ എനിക്ക് ഇപ്പോൾ കിട്ടി, ഞാൻ എന്താണ് തപ്പിന്നോ റിനിയുടെ വീഡിയോ കണ്ടത്. എടാ സാധാ പോലെ വീഡിയോ ഇട്ടാൽ മതിയോ, അതേ മെസ്സേജിൽ തന്നെ ക്രിയേറ്റ് പോസ്റ്റിലിടണോ, റിപ്ലൈ തരണേന്ന്. അതായത് റൈസിങ് ക്രിയേറ്ററിനെ കുറിച്ചിട്ടുള്ള വീഡിയോയ്ക്കാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അതിനിപ്പോൾ ഇന്ന പോർഷനിൽ തന്നെ നമ്മൾ വീഡിയോ ഉള്ളതൊന്നും ഇല്ല. നമുക്ക് റൈസിങ് ക്രിയേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അവർ തന്നെ നമുക്ക് എന്താ വീഡിയോ ഇടാനായിട്ടൊരു ടെൻഡൻസി തരിക എന്നുള്ളതാണ് ഫേസ്ബുക്ക് ചെയ്യുന്നത്. അതായത് ക്രിയേറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ഇൻസ്റ്റന്റ് പോസ്റ്റിന് നമുക്ക് തരും. അന്നേരം നമ്മുടെ കയ്യിൽ വീഡിയോ റെഡി ആണെന്നുണ്ടെങ്കിൽ അതുവഴി വീഡിയോ ഇടാം. അല്ലാതെ നമ്മൾ നമ്മുടെ മൊബൈൽ ഓപ്പൺ ചെയ്തിട്ട് ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ളടുത്ത് നമ്മൾ ഇടുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ ഇട്ടാലും അത് ഫേസ്ബുക്ക് അക്സെപ്റ്റ് ചെയ്യും. ഒരേ ബെനിഫിറ്റ് തന്നെയായിരിക്കും. നമുക്ക് അപ്പുറത്തെ പോർഷനിൽ ഇട്ടാലും ഇപ്പുറ സൈഡിൽ ഇട്ടാലും ഒരേ ബെനിഫിറ്റ് തന്നെയായിരിക്കും ഫേസ്ബുക്കിന്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. നെക്സ്റ്റ്, യുവർ വീഡിയോസ് ആർ റിയലി ഹെൽപ്ഫുൾ. മലയാളത്തിൽ FBയെ കുറിച്ച് ആരും തന്നെ വീഡിയോ ചെയ്യുന്നില്ല. കീപ് ഗോയിങ്. ഐ ഹാവ് വൺ ഡൗട്ട്. എനിക്ക് 2 പേജ് ഉണ്ട് FBയിൽ. രണ്ടിലും സെയിം ബാങ്ക് അക്കൗണ്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1 മന്ത് ഏർണിങ്സ് കൗണ്ട് ചെയ്യുമ്പോൾ 2 പേജിലും $100 ആയാൽ മതിയോ പേ ഔട്ട് ആവാൻ? പ്ലീസ് റിപ്ലൈ. 2 പേജിനും കൂടെ, അതായത് നമ്മൾ ഒരേ അക്കൗണ്ട് നമ്പർ ആണ് കൊടുത്തേക്കുന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട. ഞാനും അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. എൻ്റെ 3 പേജ് മോണിറ്റൈസ് ആയതുകൊണ്ട് അതിനകത്ത് എല്ലാത്തിനകത്തും ഒരു പേജിൽ തന്നെയാണ് കൊടുക്കുന്നത്. എല്ലാത്തിനും എനിക്ക് ഒരു അക്കൗണ്ട് തന്നെയാണ് പൈസ തരുന്നത്. ഞാൻ നാട്ടിലെ അക്കൗണ്ടാണ് കേട്ടോ. ഫേസ്ബുക്കിന് വേണ്ടി ഞാൻ കൊടുത്തേക്കുന്നത് നാട്ടിലെ എൻ്റെ അക്കൗണ്ടാണ്. അത് അങ്ങനെ ലാഗൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് $100 ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഒറ്റ അക്കൗണ്ടിൽ തന്നെ നമ്മൾ ഒരു 25-26 ഒക്കെ ആകുമ്പോൾ നമ്മുടെ പേ ഔട്ടിൽ പോയി നോക്കിയാൽ ഈ 3 അക്കൗണ്ടിലും ഒരേ എമൗണ്ട് തന്നെയായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ പേജ് ഉള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ എനിക്കുള്ള പേജിൽ 3 എടുത്താലും പേ ഔട്ടിൽ ഒറ്റ എമൗണ്ട് ആയിരിക്കും കാണിക്കുക. അതായത് ഈ 3 പേജും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട. പിന്നെ വേറൊരു കാര്യം, ഓൾറെഡി ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ കുറച്ച് നാൾ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം $25 വന്നാൽ തന്നെ നമുക്ക് അക്കൗണ്ടിൽ നിന്ന് മണി വിഡ്രോ ചെയ്യാമെന്നുള്ളത്. അതെന്താണെന്ന് പറഞ്ഞാൽ US, കാനഡയിൽ, ഈ 2 കൺട്രിയിലായിരുന്നു അത് അവർ ആദ്യം പരീക്ഷിക്കുന്നത്. US-ലുള്ളവർക്ക് കാനഡയിലുള്ളവർക്കും മാത്രം, അവിടെ റെസിഡൻസ് ആയിട്ടുള്ളവർക്ക്, അവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നവർക്ക്. നമുക്ക് ഇവിടെ ആണെങ്കിലും അങ്ങനെ വന്നിട്ടില്ല. നമ്മുടെ ഇന്ത്യക്കാർക്കാണെങ്കിലും അങ്ങനെ ഒരു ഇതുവരെ ഇല്ലായിരുന്നു. പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം നാട്ടിലെ പലർക്കും ഇതിങ്ങനെ കിട്ടിത്തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ $25 കൂടുതൽ കിട്ടി, $25 മിനിമം പേ ഔട്ട് കിട്ടിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണം, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പൊ ഒരു മാസമാണെന്ന് തോന്നുന്നു മുന്നേ ഒരു കൊച്ചെനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചി $25, $27 എനിക്ക് കഴിഞ്ഞ മാസം പേ ഔട്ടിൽ വന്നിട്ടുണ്ട്. അത് പേ ഔട്ടിൽ മാത്രമല്ല ബാങ്കിലും വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ശരിക്കും ഞാൻ അത് ചോദിച്ചോ. അപ്പൊ ഞാൻ ചോദിച്ചു US-ലാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല, US-ലില്ല, ഞാൻ നാട്ടിൽ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പം അതിനിപ്പോ എല്ലാ മാസവും $25 മിനിമം ഉണ്ടെങ്കിൽ കിട്ടുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ശരി, അത് കൊള്ളാമല്ലോ. അപ്പം ഇന്ത്യയിലൊക്കെ അത് വന്നു തുടങ്ങി. പക്ഷെ ഞാൻ ഗൂഗിളെല്ലാം സെർച്ച് ചെയ്ത് നോക്കി, എങ്ങും ഒരു അപ്ഡേഷനും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ $25 ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഒരു അപ്ഡേഷനും ഞാൻ എങ്ങും കിട്ടിയിട്ടില്ല. എവിടുന്നും എനിക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്നലെ വീണ്ടും ഒരാൾ, എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഇന്നലെ ഇൻസ്റ്റായിൽ ഇതുപോലെ മെസ്സേജ് അയച്ചു. എത്ര $1 ആകുമ്പോഴാണ് കിട്ടുന്നത്? ഞാൻ പറഞ്ഞു ഇന്ത്യയിലാണെങ്കിൽ 100 ആണ് എന്നിങ്ങനെ പറഞ്ഞു. അവനും പറഞ്ഞു ഇല്ല, എനിക്ക് ഇന്നലെ 27 ഇതുപോലെ 27 or 25 സംതിങ് എനിക്ക് ഇന്നലെ പേ ഔട്ടിൽ വന്നു, അതിൻ്റെ ബാങ്കിൽ കയറുകയും ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൺഗ്രാറ്റ്സ് ആണ്. ബിക്കോസ് അത് ഇതുവരെ നമ്മുടെ ഇവിടെ നിന്ന് ഇംപ്ലിമെന്റ് ചെയ്തതായിട്ട് അറിയത്തില്ല. എന്നിട്ടും അത് കിട്ടിയെന്നുണ്ടെങ്കിൽ നല്ല കാര്യം. അപ്പൊ ചില അക്കൗണ്ടുകൾക്ക് അവർ കൊടുക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം പക്ഷെ അതെങ്ങും എനിക്ക് അപ്ഡേറ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഈ ഒരു മാസം മുന്നേ ഈ ഒരു കൊച്ചിന്റെ കമന്റ് ഇങ്ങനെ വന്നിട്ട് ഞാൻ പറയാതെ ഇരുന്നത്.
അപ്പോൾ ഇപ്പോൾ രണ്ടാമതൊരാളും കൂടെ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു പക്ഷേ അങ്ങനെ ഒരു പരീക്ഷണാർത്ഥത്തിൽ കൊടുക്കുന്നുണ്ട്, റാൻഡംലി ഇതുപോലെ അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് അവർ കൊടുക്കുന്നുണ്ടായിരിക്കും, ഇപ്പോൾ ഈ ബോണസിൻ്റെ കാര്യം പറഞ്ഞ പോലെയൊക്കെ. അപ്പം നിങ്ങൾക്ക് $25 ആയിട്ടും അക്കൗണ്ടിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സെലക്ഷനിൽ പെട്ടിട്ടുള്ള ആളല്ല. അതുകൊണ്ട് ബ്രോയ്ക്ക് $100 വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. എത്ര അക്കൗണ്ട് ഉണ്ടോ എല്ലാ അക്കൗണ്ടിലെയും കൂടെ ടോട്ടൽ എമൗണ്ട് ആണ്. ഒരു അക്കൗണ്ടിൽ 50 അടുത്ത അക്കൗണ്ടിൽ 50 കിട്ടിയാൽ നമുക്ക് അതിന് ഡോളർ നെക്സ്റ്റ് മന്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറും കേട്ടോ. ഇപ്പോൾ ഫേസ്ബുക്ക് പഴയതുപോലെ റീച്ച് ആകുന്നില്ല, ഫോളോ കൂടുന്നില്ല, എന്താണ് കാരണം അറിയില്ല, മറുപടി പ്രതീക്ഷിക്കുന്നു എന്ന് ഷഫീഖ് എന്ന് പറയുന്ന അക്കൗണ്ടിന് ചോദിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫേസ്ബുക്കിന്റെ ഡേ ബൈ ഡേ എന്തൊക്കെയോ അപ്ഡേറ്റ്സ് ആ വരുന്നത്. അപ്പം നമുക്കും ശരിക്കും കൺഫ്യൂഷനാണ്. റീച്ച് ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നുണ്ട്, ഡോളർ നമ്മുടെ പഴയ പോലെ കയറുന്നില്ല. എനിക്ക് എൻ്റെ കാര്യം ഞാൻ പറയുകയാണ്, എനിക്ക് എങ്ങനെയായാലും ഒരു 4 വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഒരു മാസത്തിൽ എനിക്ക് $100 ഏറ്റവും കുറഞ്ഞ് കിട്ടുമായിരുന്നു. അത് പിന്നെ അത് റീച്ച് ചെയ്യുന്നതിനനുസരിച്ച് ആ ഡോളർ കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം 3-4 അക്കൗണ്ടിൽ നിന്നും കൂടെ ചിലപ്പം 100 ഒക്കെ എനിക്ക് കിട്ടത്തുള്ളൂ, കാരണം അത്രയ്ക്ക് റീച്ച് ഇല്ല. പ്രത്യേകിച്ച് അവർ റവന്യൂ ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ട് റവന്യൂ. പിന്നെയും എനിക്ക് തോന്നുന്നു ബോണസ് പിന്നെയും അത് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഇൻസ്റ്റഗ്രാം ആഡിനും ഒരു രക്ഷയില്ല. നമുക്ക് ശരിക്കും സങ്കടം വരും ചില വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. ഇൻസ്റ്റഗ്രാം ആഡിന്റെ റവന്യൂ കണ്ടു കഴിഞ്ഞാൽ ദൈവം ഇത്രയും ഇരുന്ന് കഷ്ടപ്പെട്ടിട്ട് ഇതാണോ കിട്ടിയെന്ന് ചോദിക്കാറുണ്ട് ഞാൻ ചിലപ്പോഴും. അപ്പം അതൊക്കെ ശരിയാകും എന്ന് വിചാരിക്കുന്നു, ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഫേസ്ബുക്കിന്റെ പ്രോബ്ലംസ് എല്ലാം മാറി, അതിന്റെ അപ്ഡേറ്റ്സ് എല്ലാം മാറി. ഇനി എന്തായാലും കുറച്ച് നാളും കൂടി എടുക്കും. ഇത് ഉടനെ ഒന്നും ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഇത് കുറേ നാളായിട്ട് ഇതേ കണ്ടീഷനിൽ ഇങ്ങനെ ഫേസ്ബുക്ക് പോവുകയാണ്. എല്ലാം സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷം ശരിയാകുമെന്ന് ഞാനും പ്രതീക്ഷിക്കുകയാണ്. അടുത്തത് വേറെ പേജ് ചാനൽ എന്ന് പറയാതെ പറഞ്ഞ് ഞങ്ങൾക്ക് കാണാല്, അതിൽ വ്യൂസ് കാണുമ്പോൾ ഞങ്ങൾക്ക് മോട്ടിവേഷൻ ആകുമല്ലോ. ഒത്തിരി പറയുന്ന പോലെ അങ്ങ് അധികമായും വ്യൂ ഒന്നും ഇല്ല കേട്ടോ. റിനി സൂരജ് എന്ന് തന്നെയാണ് എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ, എൻ്റെ വേറെ യൂട്യൂബ് ചാനലിൻ്റെ ഒക്കെ പേര്. അത് യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കുക. അതായത് എൻ്റെ 12 വർഷത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണോ അതിൽ, പക്ഷെ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെട്ടേക്കാം. അങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും കേട്ടോ. അടുത്തായിട്ട് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളുടെ മെസ്സേജ് കാര്യം പറഞ്ഞില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ യൂട്യൂബിൽ കാണുന്ന ജോയിൻ ബട്ടൺ എന്താണെന്ന്, അത് നമ്മുടെ PM ക്രിയേഷൻ മനീഷാണ് ചോദിച്ചേക്കുന്നത്. യൂട്യൂബിൽ കാണുന്ന ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വലുതായിട്ട് പ്രയോജനപ്പെടുന്ന ഒരു ബട്ടണൊന്നും അല്ല അത് കേട്ടോ. നമ്മുടെ ഫേസ്ബുക്കിന്റെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ് യൂട്യൂബിലെ ജോയിൻ ബട്ടൺ. അത് എല്ലാ സെലിബ്രിറ്റീസിനോ അല്ലെങ്കിൽ അത്രയ്ക്ക് പോപ്പുലറായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ മാത്രമേ ഒരുപക്ഷെ ഈ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ആൾക്കാർ ആ ചാനലിൽ ജോയിൻ ആകത്തുള്ളൂ. പല സംഭവങ്ങളും നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ പല ചാനലുകളിൽ, ഞാൻ ആ ചാനലുകളെ കുറിച്ച് പേരൊന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അങ്ങനെ നിങ്ങൾ ജോയിൻ ആവും, നിങ്ങൾ ജോയിൻ ചെയ്യൂ, നിങ്ങൾ ഞങ്ങളുടെ ഇതിനകത്ത് ചെയ്തു, ഞങ്ങളുടെ ലൈവ് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു പക്ഷേ പലരും ഇത് അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരുപക്ഷെ പ്രയോജനമാണ്. മാന്യമായിട്ട് ജീവിക്കുന്നവർക്കൊന്നും ഇങ്ങനെയുള്ള ബട്ടണും കൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. പിന്നെ ഒരു ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ ചാനൽ തുറന്നു നോക്കുമ്പോൾ ജോയിൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നോക്കാനായിട്ട് എനിക്ക് ഇത്രയും നാളിനോടകം എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ചാനലിൽ ആരും അങ്ങനെ ജോയിൻ ചെയ്തിട്ടില്ല. വെറുതെ നമ്മളെടുത്തിങ്ങനെ ഇട്ടേക്കുന്നു. എൻ്റെ വേറെ ചാനലിലേക്ക് റിനി സുരജ് എന്ന് പറയുന്ന ചാനലിനകത്തേക്ക് 2-3 പേര് ജോയിൻ ചെയ്തിരിപ്പുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നു ഇന്ന് വരെയും ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒരു പോസ്റ്റ് പോലും അങ്ങനെ ജോയിൻ ചെയ്ത മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഞാനൊരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, ഒരു ലൈവ് ഇട്ടിട്ടില്ല. ഞാൻ എല്ലാം പബ്ലിക്കിന് വേണ്ടി മാത്രമാണ് ചെയ്തത്. പിന്നെ അവരും അതിനകത്ത് കയറി ഇരിപ്പുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ അവർക്കും അറിയില്ല, എനിക്കറിയില്ല. ഞാൻ അങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോയോ ഒരു ഫോട്ടോയോ ഒന്നും അതിനകത്ത് ഇട്ടില്ല. സംഭവം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സംഭവം, അതിനകത്ത് കാശ് കൊടുക്കുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാശ് കൊടുക്കണം. നമ്മുടെ ഓൺലൈൻ വഴി നമുക്കത് പേ ചെയ്യാം. അതിനകത്ത് അഡ്മിനെ തീരുമാനിക്കുക എത്ര രൂപ കൊടുത്തിട്ടാണ് മറ്റൊരാളെ ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എമൗണ്ട് കുറച്ച് വെക്കാം, എമൗണ്ട് കൂട്ടി വെക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ജോയിൻ ചെയ്യാൻ ആളുള്ളവർക്കാണെങ്കിൽ അത് പ്രയോജനം. മന്ത്ലി അവർക്ക് മറ്റുള്ളവരുടെ ഏണിങ്സ്, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് മണി കിട്ടും. അത് ഫേസ്ബുക്കായിട്ടൊരു ബന്ധമില്ല. ഫേസ്ബുക്കായിട്ട് ബന്ധമില്ല എന്നല്ല, ഫേസ്ബുക്കോ യൂട്യൂബായിട്ട് ബന്ധമില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ആ ഫേസ്ബുക്കോ യൂട്യൂബോ നമുക്ക് തരുന്ന പൈസയല്ല, പബ്ലിക് നമുക്ക് തരുന്ന പൈസയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സാധാരണക്കാർക്കൊന്നും അങ്ങനെ വലുതായിട്ട് അതിൽ നിന്ന് ഏണിങ്സ് കിട്ടാൻ സാധ്യമല്ല. ഒന്നി നല്ല ഫിലിം ആക്ടേഴ്സോ അങ്ങനെയൊക്കെ ഉള്ളവർ വേണം. അല്ലെങ്കിൽ ഈ രീതിയിൽ വീഡിയോ ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ വീഡിയോ ചെയ്യുന്നവരൊക്കെ അവർക്ക് ഇഷ്ടം പോലെ അവർക്ക്
ജോയിൻ ബട്ടണിൽ ജോയിൻ ചെയ്യാൻ ആളുണ്ടാവും കാശൊക്കെ കൊടുത്തിട്ട്. അപ്പം ഫേസ്ബുക്കിലെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനം തന്നെയാണ് യൂട്യൂബിൽ ഈ ജോയിൻ എന്ന് പറയുന്ന ബട്ടൺ കേട്ടോ. അടുത്തായിട്ട് ഇൻസ്റ്റഗ്രാം ആഡ്സ് റിവ്യൂ കൊടുത്തിട്ട് 1 month ആയിട്ടുണ്ട്, ഇതുവരെ റിവ്യൂ ആയില്ല, വയലേഷൻ ഒന്നും തന്നെ ഇല്ല. മെറ്റാ ബിസിനസ് സ്യൂട്ട് ആഡ് ചെയ്യാനാണെങ്കിൽ പ്രൊഫഷണൽ അക്കൗണ്ട് ആയത് മൂലം കഴിയുന്നതും ഇല്ല. ഇതിൻ്റെയും ആക്ച്വലി പ്രൊഫഷണൽ ഡാഷ്ബോർഡിൻ്റെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അറിയാം കേട്ടോ നിങ്ങൾക്ക്. മെറ്റായിലല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ വീഡിയോ ഒന്നും അല്ല നിങ്ങളുടെ വീഡിയോ മാത്രമാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വയലേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ കിട്ടുന്നത്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് മോണിറ്റൈസേഷൻ ഇനേബിൾ ആയി കിട്ടേണ്ടത്. അപ്പം എന്താ കംപ്ലൈൻറ്റ് എന്നുള്ളത് ആ പേജ് ഓപ്പൺ ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു തരാൻ ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. നിങ്ങൾ തന്നെ ആ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ പലപ്പോഴും ഈ ഇതിന് തൊട്ട് മുന്നേ ഇട്ടേക്കുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് റീസൺ കൊണ്ടാണ് നമ്മൾ റിവ്യൂ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്, അതിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയിൽ അതിന് മുന്നിലിട്ട വീഡിയോയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ഈ ഡാഷ്ബോർഡ് പ്രൊഫൈല് ഇങ്ങനെ ആക്കിയത് കൊണ്ട് മെറ്റാ കിട്ടത്തുമില്ല. അതൊക്കെ ശരിക്കും കുറച്ച് ഡിഫിക്കൽട്ടാണ് പറഞ്ഞു തരാൻ. ഫേസ്ബുക്ക് പേജിൽ W8 ഫോർ സർവീസ് എന്താണെന്നൊരു വീഡിയോ ചെയ്യാം. അത് നമ്മുടെ ടാക്സിനെ കുറിച്ചിട്ട് അതൊന്നും ഒരു ശരിക്കും വലിയ പാടുള്ള കാര്യമൊന്നുമില്ല കേട്ടോ, ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫേസ്ബുക്കിൽ ഈ ടാക്സിൻ്റെ നമ്മുടെ പാൻ നമ്പറൊക്കെ കൊടുക്കുന്നതിനെ കുറിച്ചുള്ളതാണിത്. ആ പാൻ നമ്പർ കൊടുക്കുന്ന ഭാഗം മാത്രമേ ഉള്ളൂ ഫേസ്ബുക്കിൽ കുറച്ച് നമുക്ക് എന്തെങ്കിലും പ്രയാസമുള്ള സാധനം. ബാക്കി എല്ലാം ഭയങ്കര ഈസിയാണ് ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ. അതിനെക്കുറിച്ച് ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒരു വീഡിയോ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. അടുത്ത എനിക്ക് റീൽസ് അപ്ലോഡ് ആകുന്നില്ല, ആഡ്സ് ഓൺ റീൽസ് ആകുന്നില്ല, ഒരുപാട് ടെക്നിക്കൽ പ്രോബ്ലം എപ്പോഴും ഫേസ് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്തിട്ടും പ്രോബ്ലം സോൾവ് ആകുന്നില്ല, 70K ഫോളോവേഴ്സ് ഉണ്ടോയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ആഡ്സ് ഓൺ റീൽസും മാത്രമല്ല ലോങ് വീഡിയോ പോലും പലർക്കും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചകളിൽ മുഴുവൻ എനിക്ക് മെസ്സേജ് ആയിരുന്നു. ഇൻസ്റ്റയിൽ കഴിഞ്ഞ ആഴ്ച എത്ര പേര് എനിക്ക് മെസ്സേജ് അയച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായ ടെക്നിക്കൽ എറർ വല്ലതുമായിരിക്കും. കാരണം ഞാൻ അങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ഇന്ന് വരെ അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു കാര്യം അറിയത്തില്ല. ഇതൊന്നും നമ്മൾ ചെക്ക് ചെയ്താലിട്ട് കാണത്തില്ല. ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കിയാലോ മെറ്റായിൽ ചെക്ക് ചെയ്ത് നോക്കിയാലോ ഒന്നും കാണത്തുമില്ല. നമ്മൾ റിപ്പോർട്ട് പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിഞ്ഞ് മിക്കവാറും നോക്കാറില്ല. എപ്പോഴെങ്കിലും നമുക്ക് റിപ്ലൈ കിട്ടിയാൽ കിട്ടിയത് അങ്ങനെ സന്തോഷിച്ചാൽ മതി, എന്തായാലും റിപ്ലൈ തന്നല്ലോ എന്നുള്ളത്. അപ്പം ഇങ്ങനൊരു പ്രോബ്ലം പലരും ഫേസ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് റീസൺ എന്ന് നമുക്കറിയില്ല. ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രോബ്ലം ആണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. കാരണം ഒത്തിരി പേര് സെയിം സാധനം കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ വരെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. പിന്നെ മെസ്സേജ് അയക്കാൻ എന്ത് ചെയ്യണം, ഒരു സംശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. അത് ഇൻസ്റ്റയിൽ പറഞ്ഞോളൂ കേട്ടോ. ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് അയച്ചിട്ട് പിന്നെ റിപ്ലൈ തന്നില്ല എന്ന് പറഞ്ഞ് കിടന്ന് കരയില്ലേ, എന്നെ തെറി വിളിക്കരുത്. എനിക്ക് സമയം ഉള്ളപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ വന്ന് റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് വന്നതിനകത്ത് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ ചോദിച്ചാൽ വിത്തിൻ സെക്കൻഡിൽ ഞാൻ റിപ്ലൈ തരണം എന്നൊന്നും പ്രതീക്ഷിക്കരുത്. അങ്ങനെ പ്രതീക്ഷിക്കാനേ പാടില്ല. ഞാനൊരു വീഡിയോ അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ അടുത്ത വീഡിയോയുടെ നേരമായിരിക്കും ചിലപ്പോൾ ഞാൻ അതിനകത്ത് കയറി നോക്കുന്നത്. അതുകൊണ്ട് ഇൻസ്റ്റയിൽ ഞാൻ വലിയ ആക്റ്റീവ് അല്ല. ഇൻസ്റ്റയിൽ അയച്ചു നോക്കിക്കോളൂ കേട്ടോ. കാശ് കൂടുതൽ കിട്ടുന്നത് ഇൻസ്റ്റഗ്രാം ആഡ് വഴി അല്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇൻസ്റ്റഗ്രാം ആഡ് വഴി തന്നെയായിരുന്നു. ഇപ്പം ഈ മെറ്റായുടെ ഈ ഒരു ബോണസിന്റെ ഒരു സംഭവം വന്നതിന് ശേഷം ശരിക്കും റവന്യൂ ഭയങ്കര കുറവാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാം ആഡിന്റെ കൂടെയാണ് ഇത് കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ നന്നായിട്ട് ബെനിഫിറ്റ് ആയിരുന്നു. പക്ഷേ ഇൻസ്റ്റഗ്രാം ആഡ് പോയപ്പോഴത്തേക്ക് ശരിക്കും ഭയങ്കര റവന്യൂ താഴോട്ട് പോകുന്നുണ്ട്. വേറൊരാൾ ചോദിച്ചേക്കുന്നത് എനിക്ക് ആഡ്സ് ഓൺ റീൽസ് ഒഴിച്ചുള്ള എല്ലാ ടൂളും കിട്ടി, ഇനി വീഡിയോ ചെയ്യാതിരുന്നാൽ എല്ലാം പോകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കിട്ടി, ആഡ്സ് ഓൺ റീൽ മാത്രമേ ഉള്ളൂ കിട്ടാത്ത, ബാക്കിയെല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്. നമുക്ക് 3 മാസത്തിലൊരിക്കൽ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം. പിന്നെ നിങ്ങൾക്ക് എല്ലാ സംഭവങ്ങളും കിട്ടിയെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു വീഡിയോ ഇടാതിരിക്കണം? വീഡിയോ ഇട്ടുവിടായോ? എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പേജിനെ റീച്ച് ചെയ്യും. നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ റീച്ച് 100% താഴെ പോകും. പിന്നെ നിങ്ങൾ ഇടുന്ന വീഡിയോയ്ക്ക് 1 വ്യൂ 2 വ്യൂ 10 വ്യൂ മാക്സിമം നിങ്ങൾ പേജ് എത്രയും
ഒരു നല്ല റീച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഫോളോവേഴ്സ് ഉള്ള പേജ് ആണെങ്കിൽ ഒരു 100 വ്യൂ വരെ കിട്ടുമായിരിക്കും. അതിൽ കൂടുതലൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അതിപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം. പിന്നെ 3 മാസത്തിൽ ഒരിക്കൽ വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ മസ്റ്റായിട്ട് നിങ്ങളുടെ പോയിരിക്കും. മോണിറ്റൈസേഷൻ മസ്റ്റായിട്ട് പോകും. പിന്നെ വേറൊരു സംശയം അതുപോലെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഇട്ട റീൽസ് തന്നെ വൈറലായി ആണ് എല്ലാ ടൂൾസും കിട്ടിയത്. ഇൻസ്റ്റഗ്രാം ആഡ് ഇന്നലെ കിട്ടിയ ഫസ്റ്റ് 60 മിനിറ്റ് കിട്ടിയ വീഡിയോ കോപ്പി ആയിരുന്നു. കോപ്പിറൈറ്റ് എന്നാണോ ഉദ്ദേശിക്കുന്നത് അറിയില്ല. ഇനി അത് ഡിലീറ്റ് ആക്കിയാൽ ഇൻസ്റ്റഗ്രാം ആഡ് പോകുമോ? അത് അയ്യോ, ഒരൊറ്റ വീഡിയോയിൽ മോണിറ്റൈസേഷൻ കിട്ടിയ ആളാണെന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത മോണിറ്റൈസേഷൻ. കാരണം അത്ര ഫുള്ള് നമ്മുടെ ആ വാച്ച് അങ്ങ് നഷ്ടപ്പെട്ടു പോവല്ലേ. അപ്പൊ ഇപ്പം ഡിലീറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് സ്ട്രൈക്ക് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ഡിലീറ്റ് ചെയ്യരുത്. നിങ്ങൾ വേറെ കുറച്ച് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. നിങ്ങൾ പെട്ടെന്ന് പോയി ആ വീഡിയോ ഡിലീറ്റ് ചെയ്യരുത് കേട്ടോ. ഡിലീറ്റ് ചെയ്താൽ ചിലപ്പോൾ മോണിറ്റൈസേഷൻ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ഒരൊറ്റ വീഡിയോ വൈറലായി ആണ് മോണിറ്റൈസേഷൻ കിട്ടിയതെന്ന് പറയുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, അടുത്തത് ചേച്ചി പേ ഔട്ട് സെക്ഷൻ ഷോ ചെയ്യുന്നില്ല, അതിനെന്താണ് കാരണം? എന്നൊരു വീഡിയോ ചെയ്യാമോ? അത് 2-3 ദിവസം മുന്നേ ചോദിച്ചേക്കുന്നത്. പേ ഔട്ട് ഷോ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ അത് ഫേസ്ബുക്കിന്റെ ഭാഗത്തു നിന്നുള്ള പ്രോബ്ലം തന്നെയായിരിക്കും. പലരും നോട്ടീസ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. മിനിഞ്ഞാന്നാന്ന് തോന്നുന്നു എനിക്ക് ഇൻസ്റ്റയിൽ വന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് നമ്മൾ നമ്മുടെ പേജിൽ കയറി നോക്കുമ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് എത്രയാന്നുള്ളത് കാണിക്കുന്നില്ല, ഫോളോവേഴ്സ് ബട്ടൺ കാണിക്കുന്നില്ല. അപ്പൊ എത്ര ഫോളോവേഴ്സ് ആയി നമ്മളിങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കില്ല, എത്ര ഫോളോവേഴ്സ് ആയി, നമുക്ക് ഒരാൾ കൂടിയോ എത്ര പേര് കുറഞ്ഞോ എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കില്ല. നമ്മൾ മെറ്റാ ബിസിനസ് സ്യൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ മാത്രമായിരുന്നു നമുക്ക് ഫോളോവേഴ്സ് ബട്ടൺ കാണാൻ പറ്റും. നമ്മൾ നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് നമ്മുടെ പേജ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോളോവേഴ്സ് ബട്ടൺ കാണുന്നില്ലായിരുന്നു. അതൊക്കെ ചിലപ്പോൾ അവരുടെ ടെക്നിക്കൽ എറർ തന്നെയായിരിക്കും. അതിന് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂറിന്റെ ആ ടെക്നിക്കൽ എറർ മാറി കഴിയുമ്പോൾ അവർ സോർട്ട് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് അതൊക്കെ തിരിച്ചു കിട്ടും. അടുത്തത് എനിക്ക് 12,000 കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ട്. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്സ് ഏണിങ് എലിജിബിൾ കാണിക്കുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. പിന്നെ പേ ഔട്ട് എന്നാണ് തോന്നുന്നു. പേ ഔട്ട് സെറ്റ് എന്താണ്? ഞാൻ ഈ FB വീഡിയോസ് ഇടുന്നതേ ഉള്ളൂ, പ്ലീസ് റിപ്ലൈ. പേ ഔട്ട് എന്ന് പറയുന്നതാണ് നമുക്ക് റവന്യൂ കിട്ടുന്ന. ഇതൊക്കെ പഴയ വീഡിയോസിൽ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ പേ ഔട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പേ ഔട്ട് സെക്ഷൻ ഉള്ളതിനെ സെറ്റപ്പ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും നമ്മളുടെ ടാക്സ് ഇൻഫർമേഷനും എല്ലാം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഈ പേ ഔട്ട് എന്ന് പറയുന്ന സാധനം കേട്ടോ. അപ്പം അതിനകത്ത് നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ മീൻസ് വേറൊരാളുടെ വീഡിയോ പോലും കാണേണ്ട കാര്യമില്ല. പേ ഔട്ടൊക്കെ സെറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഫേസ്ബുക്കിനകത്ത്. ആ പേ ഔട്ട് എന്ന് പറയുന്ന സെക്ഷനിൽ പോയാൽ നമുക്ക് നമ്മുടെ ആഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പം നമ്മുടെ ബാങ്ക് ഏത് ബാങ്കാണോ നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. പക്ഷേ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫേസ്ബുക്കിൽ എന്തെങ്കിലും നമ്മൾ ഫേക്കായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇൻഫർമേഷൻ ഫേക്കായിട്ട് കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ നമ്മുടെ പേര് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ആണ് മെയിൻ പ്രോബ്ലം കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ കൺട്രി, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ റോങ് ആയിട്ടാണ് കൊടുത്തെങ്കിൽ അതൊക്കെ കറക്റ്റ് ശരിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പേ ഔട്ട് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ആ പേ ഔട്ട് ലാസ്റ്റ് അവർ അക്സെപ്റ്റ് ചെയ്തില്ല, പേ ഔട്ട് എറർ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ പേ ഔട്ട് എല്ലാം സെറ്റ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് ബോണസ് പോയിന്റ് പെയ്ഡ് ആയിട്ടുണ്ട്, പക്ഷെ അക്കൗണ്ടിൽ വന്നിട്ടില്ല, ഫെയിൽഡ് എന്ന് കാണിക്കും. ഇനി എന്ത് ചെയ്യണം ഒന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഒരു 13 ഡേയ്സ് മുന്നേ കൊടുത്തേക്കുന്ന വീഡിയോ ആണ്. എനിക്കും പലപ്പോഴും ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം ഇങ്ങനെ നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന പോർഷനിൽ പോയി നോക്കുമ്പം ഇത്ര $, പേ ഔട്ട് ഫെയിൽഡ്, നെക്സ്റ്റ് ഡേയിലും എൻ്റെ ട്രാൻസാക്ഷനിൽ പേ ഔട്ട് ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ എനിക്കത് പേ ഔട്ട് വന്നിട്ടുണ്ട്, പെയ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു അവർ സെൻഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എറർ, ഈവൻ നമ്മുടെ ബാങ്കിൻ്റെ സൈഡിൽ നിന്നോ നമ്മുടെ അക്കൗണ്ടിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു എറർ വരുമ്പോഴായിരിക്കും അവർ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഹോൾഡ് ചെയ്ത് വെക്കുമ്പോഴേ ഈ ഫെയിൽ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് കേട്ടോ. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും അത് പൈസ കിട്ടി കാണുമായിരിക്കാം. അപ്പം ഒരു പ്രാവശ്യം ഫെയിൽഡ് എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്, ആ പൈസ നമ്മുടെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല, നമുക്ക് അക്കൗണ്ടിൽ തിരിച്ചു കിട്ടും കേട്ടോ. ആ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാകും, അത് എങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകത്തില്ല, നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാകും, നമ്മുടെ പേ ഔട്ട് അക്കൗണ്ടിൽ തന്നെ ഉണ്ടാകും. അത് നമ്മുടെ ബാങ്കിലേക്ക് വരാൻ ചിലപ്പോൾ കുറച്ച് ദിവസം, ഒരു 10 ദിവസമോ 20 ദിവസമോ അല്ലെങ്കിൽ അടുത്ത മാസത്തെ പേ ഔട്ടിന്റെ കൂടെ നമുക്ക് വരും. എങ്കിലും ആ പൈസ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല. അങ്ങനെ ആരും ടെൻഷൻ അടിക്കേണ്ട. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ട്രാൻസാക്ഷന്റെ ഭാഗത്ത് പ്രോസസ്സിംഗ് എന്നോ പെയ്ഡ് എന്നോ പറഞ്ഞ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് വരും, അതെങ്ങോട്ടും പോകത്തില്ല. അപ്പം അങ്ങനെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. 10 ദിവസം എടുത്താലും അത് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ വരും.
പിന്നെ റിനി FBയിൽ മറ്റുള്ളവരുടെ നല്ല പോസ്റ്റുകൾ യൂട്യൂബിൽ നിന്നായാലും ഷെയർ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു തരൂ. FBയിൽ മറ്റുള്ളവരുടെ നല്ല പോസ്റ്റുകൾ യൂട്യൂബിൽ നിന്നായാലും ഷെയർ ചെയ്താൽ നമുക്ക് അങ്ങനെ ഷെയർ ചെയ്താൽ നമുക്ക് ബെനിഫിറ്റ് ഒന്നും വരത്തില്ല. ആ പോസ്റ്റിന്റെ ഓണർക്ക് മാത്രമേ ബെനിഫിറ്റ് വരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഒരാളുടെ വീഡിയോ ഷെയർ ചെയ്താൽ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്താൽ നമുക്ക് ഒരു ബെനിഫിറ്റും ഇല്ല, അവർക്ക് മാത്രമേ ഉള്ളൂ ബെനിഫിറ്റ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ അതിന് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ, പോസ്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് ഒരു ബെനിഫിറ്റ് അതിൽ നിന്നുണ്ടായിരിക്കുന്നതല്ല, ആ ക്രിയേറ്ററിന് മാത്രമായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒത്തിരി സമയമായിട്ടുണ്ടാവും, ഇനി ഒത്തിരി കമൻറ്റുകൾ കിടക്കുന്നു. സീന 13 ഡേയ്സ് മുന്നേ സീന പറഞ്ഞിട്ടുണ്ട് എനിക്ക് 97 ലാസ്റ്റ് മന്ത് ബോണസ് കിട്ടിയത്. ബോണസിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടതിനകത്ത് പറഞ്ഞേക്കാണ്. ഇതാണ്ട് വേറൊരാൾ പറഞ്ഞേക്കുന്നത് ബോണസിൽ മാത്രം $10 ആവറേജ് കിട്ടുന്നുണ്ട്. ബോണസിൽ $150-200 കിട്ടുന്നുണ്ട്, ഇൻസ്റ്റം ആഡ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പലർക്കും അതിന്റെ ബെനിഫിറ്റ് ഉണ്ട്. ഞാനതാ പറഞ്ഞ ബോണസിന് നന്നായിട്ട് ഇപ്പൊ റവന്യൂ കിട്ടുന്നുണ്ട്. നമുക്ക് ഇൻസ്റ്റം ആഡിനേക്കാളും ബാക്കി എന്തിനേക്കാളും അത് നമ്മുടെ ബോണസ് നല്ലൊരു ബെനിഫിറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ഈ കമൻസ് വായിച്ചിട്ടുള്ള റിപ്ലൈ നമുക്ക് നിർത്താം, കാരണം ഒത്തിരി ടൈം ആയിട്ടുണ്ട്. വീണ്ടും അടുത്തൊരു വീഡിയോയില്ല, കാരണം ഈ വീക്കെൻഡ് ആകുമ്പോഴേ എനിക്ക് വീഡിയോ ഇടാൻ ഭയങ്കര മടി, നമ്മൾ തിരക്കായിപ്പോൾ. വീക്ക് ഡേയ്സിൽ ഞാൻ മാക്സിമം എല്ലാ ദിവസവും വന്ന് ഇതുപോലെ വീഡിയോ ഇടാൻ നോക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റിൽ ഇട്ടോളൂ. എനിക്ക് അറിയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തരിക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് ഇറ്റ്സ് മീ റിനി സിറൻ സൈനിങ് ഓഫ്. ബൈ ബൈ.